ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിന്റെ 14-ാം ഭാഗമാണിത്. ഒരിക്കൽ കഅബാലയത്തിനടുത്ത് വെച്ച് വറഖത്ത് ഇബ്നു നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. വറഖ പറഞ്ഞു, മൂസയെ സമീപിച്ച അതേ നാമുസ് തന്നെയാണ് താങ്കളെയും സമീപിച്ചത്. ഈ ജനതയുടെ തെറ്റായ വിശ്വാസാചാരങ്ങളെ എതിർക്കുമ്പോൾ ഈ ജനത താങ്കളെ ഈ നാട്ടിൽ നിന്നും ഓടിക്കും. അന്ന് ഞാനുണ്ടായിരുന്നെങ്കിൽ എന്റെ സമുദായം എന്നെ കൈയൊഴിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അതെ, താങ്കൾ കൊണ്ടുവന്നതുപോലുള്ള ദൗത്യവുമായി വന്നവർക്കെല്ലാം അത് തന്നെയാണ് അനുഭവം. അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. ഈ സംഭവം നടന്ന് ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ വറക്ക മരിച്ചുപോയി. പിന്നെ വഴിയെ കിട്ടാത്ത ദിവസങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഹിറായിൽ പോയിരുന്നു. ഒരു ഫലവുമില്ല. ഒരിക്കൽ ഹിറായിൽ നിന്നും മടങ്ങുകയായിരുന്നു. പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു ശബ്ദം. നബി തങ്ങൾ മേൽപോട്ട് നോക്കി. ജിബ്രീൽ അലൈഹിസ്സലാം. എന്തൊരു രൂപം! പേടിച്ചു പോയി. പരിഭ്രമത്തോടെ ഓടി. ഖദീജ റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ വെപ്രാളം കണ്ടു ഞെട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കട്ടിലിൽ കയറി കടന്നു. ഖദീജ ബീവി പുതപ്പിട്ട് മൂടിക്കൊടുത്തു. അങ്ങനെ വഴിയിറങ്ങുന്നു. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ. ഹേ പുതപ്പിട്ട് മൂടിപ്പുതച്ച് കിടക്കുന്നവനെ, എഴുന്നേൽക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുതപ്പ് വലിച്ചെറിഞ്ഞ് എഴുന്നേറ്റിരുന്നു. വെളുത്ത മുഖം ചുവന്നു തൊടുത്തു. നെറ്റി വിയർപ്പിൽ കുളിച്ചു. വലിയ ഭാരം ചുമക്കുന്നത് പോലെ വിഷമിക്കുന്നു. അങ്ങനെ വഴിയെ തുടരുന്നു. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക, നിന്റെ നാഥനെ മഹത്വപ്പെടുത്തുക, നിന്റെ വസ്ത്രം ശുദ്ധിയാക്കുക, മ്ലേച്ഛകരമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക, കൂടുതൽ തിരിച്ചു കിട്ടുവാൻ വേണ്ടി ജനങ്ങൾക്ക് ഔദാര്യം ചെയ്യാതിരിക്കുക, നിന്റെ നാഥന് വേണ്ടി ക്ഷമ കൈക്കൊള്ളുക. പ്രവാചക ദൗത്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ദിവ്യ സന്ദേശം. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള കൽപ്പന. മ്ലേച്ഛമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഉപദേശിക്കണം. എതിർപ്പുണ്ടായാൽ ക്ഷമിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുള്ള കൽപ്പനയാണിത്. ആരെയാണ് വിളിക്കുക? ആരാണ് തന്റെ ക്ഷണം സ്വീകരിക്കുക? എന്തൊരു പരീക്ഷണം! ഭാര്യ സമീപം വന്നു നിന്നു. സ്നേഹപൂർവ്വം പറഞ്ഞു, ഇവിടെ കടന്നോളൂ, ഞാൻ പുതപ്പിട്ട് മൂടിത്തരാം. വിശ്രമിക്കൂ, ഒന്നുറങ്ങിക്കോളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. പതിവില്ലാത്ത നോട്ടം. അതിനുശേഷം വല്ലാത്തൊരു സ്വരത്തിൽ സംസാരിച്ചു. ഓ ഖദീജ, വിശ്രമത്തിന്റെയും ഉറക്കത്തിന്റെയും സമയം കഴിഞ്ഞുപോയി. അള്ളാഹു അവന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഖദീജ, ആരെയാണ് ഞാൻ ക്ഷണിക്കേണ്ടത്? ആരാണ് എന്റെ വിളി കേൾക്കുക? എന്തൊരു സ്വരം! എന്തൊരു ചോദ്യം! കൽബ് പൊട്ടുന്ന ചോദ്യം. ഒരു ഭാര്യ ഇതെങ്ങനെ സഹിക്കും? എന്റെ ഭർത്താവിന്റെ ഒരു അവസ്ഥ. എങ്ങനെയാണ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുക? എങ്ങനെയാണ് ആശ്വസിപ്പിക്കുക? ഈ വിളി ഞാൻ കേൾക്കുന്നു. എന്താണ് നീ പറഞ്ഞത്? അങ്ങയുടെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്തു കഴിഞ്ഞു. അള്ളാഹുവിനോ യാതൊരു പകരക്കാരനില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. പ്രവാചകന്റെ കണ്ണുകളിൽ തിളക്കം. ആ മുഖം പ്രസന്നമായി. വീട്ടിലെ വിശേഷങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു കുട്ടി എവിടെ ഉണ്ടായിരുന്നു? അലി, അബൂ ത്വാലിബിന്റെ മകൻ അലി. അബൂ ത്വാലിബിന് വയസ്സുകാലത്ത് പിറന്ന കുട്ടി. അലിയും ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ടുപേരായി. ഉമ്മൈമൻ എന്ന പരിചാരകയെ ഓർക്കുന്നില്ലേ? 6-ാം വയസ്സിൽ ഇസ്രിബിലേക്ക് പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി. അവൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുപോയിട്ടില്ല. ഇപ്പോഴും തന്നാലാവുന്ന സേവനങ്ങൾ ചെയ്ത് കൂടെ കഴിയുന്നു. ഉമ്മൈമൻ ഇന്ന് വാർദ്ധക്യത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു. അല്ലമീൻ എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കും. അല്ലമീന്റെ ദീനിന്റെ പ്രചാരണത്തിന് അവർ സഹകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും ഉമ്മൈമനും വിശ്വസിച്ചു. മുഹമ്മദ് റസൂലാണെന്ന കാര്യത്തിലും സംശയമില്ല. അവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സഅദ് ബിൻ ഹാരിസ് എന്ന കുട്ടിയെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇപ്പോൾ ചെറിയ കുട്ടിയൊന്നുമല്ല, വളർന്നിരിക്കുന്നു. ആ ചെറുപ്പക്കാരനും ഇസ്ലാം മതം വിശ്വസിച്ചു. ഇവരെല്ലാം വീട്ടിൽ തന്നെ ഉള്ളവരാണ്. തന്റെ ആത്മസുഹൃത്താണ് അബൂബക്കർ. ബാല്യകാല സുഹൃത്ത്. കുടുംബകാര്യങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കും. പരസ്പര വിശ്വാസവും സ്നേഹവും അവരെ കൂടുതൽ അടുപ്പിച്ചു. അവർ ഒന്നിച്ചു യാത്ര ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ കൂറു കച്ചവടവും നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെ സ്നേഹിതന്റെ വീട്ടിൽ പോകാറുണ്ട്. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. സ്നേഹിതന്റെ ഭാര്യയാണ് ഉമ്മു റുമാൻ. അൽ അമീനോട് സ്നേഹവും ബഹുമാനവുമാണ്. ഉമ്മയാണ് ഉമ്മുൽ ഖൈർ. അവർക്ക് അൽ അമീനെ പുത്രനെ പോലെയാണ്. അത്രയ്ക്കും സ്നേഹമാണ്. സ്നേഹിതന്റെ ഓമന മകളാണ് അസ്മാ ബീവി. തന്റെ വീട്ടിലെ അംഗങ്ങളെ പോലെ തന്നെയാണ് ഇവരെയെല്ലാം അൽ അമീൻ കണ്ടത്. അബൂബക്കർ എന്ന കച്ചവടക്കാരൻ കച്ചവടത്തിന് വേണ്ടി ദൂരദിക്കിൽ പോയിരുന്നു. മടങ്ങി വന്നാലുടനെ സ്നേഹിതനെ ചെന്ന് കാണുക പതിവാണ്. പതിവ് പോലെ സ്നേഹിതനെ കാണാൻ വന്നതായിരുന്നു. അപ്പോൾ അൽ അമീൻ അത്ഭുതകരമായ ആ വാർത്തകൾ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നു. തനിക്ക് വഹിയിറങ്ങുന്നു. അടുത്ത ബന്ധുക്കളെ ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിക്കാൻ തന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അറബികളുടെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് മനമെടുത്ത ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. തന്റെ ജനതയെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ചിന്തിച്ചു കഴിയുകയായിരുന്നു. അപ്പോഴാണ് ഈ സന്തോഷ വാർത്ത കേൾക്കുന്നത്. കേട്ട് കഴിഞ്ഞപ്പോൾ ആകെ കൂരിത്തരിപ്പ്. ഹിറാ ഗുഹയിൽ നടന്ന സംഭവങ്ങൾ നബി തങ്ങൾ വിവരിച്ചു. വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞു. ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ മക്കക്കാർ എതിർക്കും. ആ എതിർപ്പിനെ നേരിടേണ്ടി വരും. പിന്നെ അവർക്കിടയിൽ ജീവിക്കാൻ കഴിയാതെ വരും. സന്ദേശം വിടേണ്ടതായി വരും. അതാണ് വറഖ പറഞ്ഞതിന്റെ പൊരുൾ. ഇസ്ലാം ദീനിൽ ആരൊക്കെ വിശ്വസിച്ചു? കൂട്ടുകാരൻ അതറിയണം. എന്റെ പ്രിയ പത്നി ഖദീജ. കൂട്ടുകാരൻ ഖദീജയെ കുറിച്ചോർത്തു. സൽഗുണ സമ്പന്നയാണ് അവൾ. ധനികയായ വിധവ. പാവങ്ങളെ സഹായിക്കും. അഗതികളെ സ്നേഹിക്കും. തന്റെ കൂട്ടുകാരൻ 25-ാമത്തെ വയസ്സിൽ അവരെ വിവാഹം ചെയ്തു. താൻ അവരുടെ വീട്ടിൽ കൂടെ പോകാറുണ്ട്. അലി എന്ന കുട്ടിയാണ് മറ്റൊരു വിശ്വാസി. തന്റെ കൂട്ടുകാരന്റെ പോറ്റുമയാണ് ഉമ്മൈമൻ. സ്വന്തം മകനായി കരുതി വളർത്തിയതാണ്.
ഉമ്മ മരിക്കുമ്പോൾ ഉമ്മു ഐമിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചതാണല്ലോ. വളർത്തുപുത്രൻ സയ്യിദും ഇസ്ലാം മതം വിശ്വസിച്ചിട്ടുണ്ട്. അൽ അമീനിന് ഏറ്റവും ബന്ധപ്പെട്ടത് താനും തന്റെ കുടുംബവുമാണ്. ഇസ്ലാം മതം സ്വീകരിക്കാൻ തന്റെ കുടുംബാംഗങ്ങൾ ഇനി ഒട്ടും വൈകിക്കൂടാ. ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം വിശ്വസിച്ചു. അടുത്തൊരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നു. അന്ന് ഉമ്മുൽ ഖൈർ എന്ന വനിതയോട് സംസാരിച്ചു. അള്ളാഹു ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കും ഉമ്മ. ഉമ്മുൽ ഖൈറിന് അൽ അമീനെ വലിയ വിശ്വാസമാണ്. ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യമായിരിക്കും. ഇക്കാര്യവും സത്യം തന്നെ. അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. സ്നേഹസമ്പന്നയായ ഉമ്മുറുമാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാകാൻ കഴിയുന്നത് വളരെ സൗഭാഗ്യമായി അവർ കരുതുന്നു. ഉദാരമതിയും ദയാലുവുമാണ് തന്റെ ഭർത്താവ്. അദ്ദേഹത്തിന്റെ മക്കളെ പ്രസവിക്കാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഏറ്റവും നല്ല മനുഷ്യനാണ്. ജീവിതത്തിൽ ഒരു കള്ളം പോലും പറയാത്ത മാന്യനായ കൂട്ടുകാരൻ. അള്ളാഹു ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കും ഉമ്മുറുമാൻ. ഭർത്താവ് സ്നേഹപൂർവ്വം ഉപദേശിക്കുന്നു. ഭർത്താവിന്റെ കാൽപാദങ്ങളെ താനും പിന്തുടരും. അതിനൊരു സംശയവും വേണ്ട. ഉമ്മുറുമാൻ ഉറച്ച സ്വരത്തിൽ പ്രഖ്യാപിച്ചു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു പ്രകാശം. മാതാപിതാക്കൾക്കു പിറകെ പ്രിയപുത്രി അസ്മാവും വിശ്വാസികളുടെ കൂടെ ചേർന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് വല്ലാത്തൊരു സംതൃപ്തി. തന്റെ മാതാവും ഭാര്യയും പുത്രിയും ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞു. ഇതൊരു മഹാഭാഗ്യം തന്നെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ സഹായികളാകാൻ കഴിയുന്നതാണല്ലോ മഹാഭാഗ്യം. നിങ്ങൾ അസ്മാഉ ബീവിയെ മറന്നു കളയരുത്. പ്രസിദ്ധനായ സുബൈർ റളിയല്ലാഹു അൻഹു ആണ് അസ്മാഉ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചത്. പിൽക്കാലത്ത് അവർക്ക് വളരെയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതായി വന്നു. ഹിജ്റ പോകുമ്പോൾ അവർ ഗർഭിണിയായിരുന്നു. ഹിജ്റക്ക് ശേഷം അസ്മാഉ ബീവി റളിയല്ലാഹു അൻഹ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഹിജ്റക്ക് ശേഷം മുസ്ലിങ്ങൾക്കിടയിൽ നടന്ന ആദ്യത്തെ പ്രസവം. ആ കുട്ടി വളർന്നു വന്നു. ആ കുട്ടി ഇസ്ലാമിക ചരിത്രത്തിന് മറക്കാനാവാത്ത മഹാപുരുഷനായി തീർന്നു. ആരാണ് ആ മഹാപുരുഷൻ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? പറയാം. ഈ വീഡിയോയുടെ അടുത്ത ഭാഗം പാർട്ട് 15 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.